ഹരേ രാമാം ഹരേ കൃഷ്ണാം. എല്ലാവർക്കും നമസ്കാരം. നാളെ സൂര്യോദയം മുതൽ ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകരെ ഭഗവാൻ കൈപിടിച്ചുയർത്തും. നിങ്ങളുടെ കണ്ണീരും കഷ്ടപ്പാടും ദുഃഖ ദുരിതങ്ങളെല്ലാം അവസാനിക്കുവാൻ പോകുന്നു. അതായത് ഗ്രഹങ്ങളുടെ രാശി മാറ്റത്തിനും നക്ഷത്ര പരിവർത്തനത്തിനും അനുസൃതമായി പല രീതിയിലുള്ള മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. ഇത്തരത്തിൽ വേദ ജ്യോതിഷ പ്രകാരം വളരെയധികം പ്രാധാന്യമുള്ള 4 മാസത്തെ കാലയളവാണ് നാളെ മുതൽ തുടങ്ങുവാൻ പോകുന്നത്. ഈയൊരു കാലയളവ് എന്ന് പറയുന്നത് ജൂലൈ 25 മുതൽ നവംബർ 20 പ്രബോധിനി ഏകാദശി വരെയാണ്. ഈയൊരു സമയം വിഷ്ണു ഭഗവാൻ യോഗ നിദ്രയിൽ പ്രവേശിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈയൊരു കാലയളവിൽ ജ്യോതിഷപരമായി വലിയ സവിശേഷതയാണുള്ളത്. ബാഹ്യമായ നമ്മുടെ നേട്ടങ്ങളിൽ നിന്നും ആന്തരികമായ വളർച്ചയിലേക്ക് ശ്രദ്ധ തിരിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ ദേവശേനി ഏകാദശി എന്നത് ഹിന്ദു കലണ്ടർ പ്രകാരം ആഷാഢ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശിയിൽ ആരംഭിച്ച് കാർത്തിക മാസത്തിലെ അതേ ഏകാദശിയിൽ ചതുർമാസം അവസാനിക്കുന്നു. ചതുർമാസത്തിലെ ഏറ്റവും ആത്മീയ പ്രാധാന്യമുള്ള മാസങ്ങളിലൊന്നാണ് ശിവന് സമർപ്പിക്കപ്പെട്ട ശ്രാവണ മാസം. അതുകൊണ്ട് തന്നെ ഈയൊരു സമയം ഭക്തി, അച്ചടക്കം, ആത്മീയമായ ശുദ്ധീകരണം എന്നിവ വളരെയധികം പ്രാധാന്യമാണ്. അതിനാൽ തന്നെ ഇത്തരം സംഭവങ്ങൾ വ്യക്തി ജീവിതത്തിലും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. എന്നാൽ എല്ലാ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലും ഒരുപോലെ ആയിരിക്കില്ല ഈയൊരു സ്വാധീനം വന്നു ചേരുക. ചില നക്ഷത്ര ജാതകർക്ക് ഈയൊരു ഗ്രഹസംക്രമണം വളരെയധികം ഗുണം ചെയ്യും. എന്നാൽ മറ്റു നക്ഷത്ര ജാതകർക്ക് വിപരീത ഫലമായിരിക്കും വന്നു ചേരുക. ഇനി നാളെ ആരംഭിക്കുന്ന ദേവശേനി ഏകാദശി തൊട്ട് നവംബർ 20 പ്രബോധിനി ഏകാദശി വരെയുള്ള ഈയൊരു 4 മാസക്കാലം ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അനിതര സാധാരണമായ നേട്ടങ്ങളായിരിക്കും ഇനി വന്നു ചേരുവാൻ പോകുന്നത്. ഇനി ഏതൊക്കെ നക്ഷത്ര ജാതകരാണ് ഈയൊരു 4 മാസക്കാലം നേട്ടങ്ങൾ കൊയ്യുവാൻ പോകുന്നത് എന്ന് നോക്കാം. ആദ്യത്തെ കർക്കിടകം രാശിക്കാരാണ്. പുണർദത്തിന്റെ അവസാന പാദം, പൂയം, ആയില്യം എന്നിവ ഉൾപ്പെടുന്ന കർക്കിടക രാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു കാലം പൊതുവെ അനുകൂല ഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. തൊഴിൽ രംഗത്ത് വളരെയധികം അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. അതുപോലെ നിലവിലെ ജോലിയിൽ നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുവാനും യോഗമുള്ള കാലമാണ്. നിങ്ങളുടെ അധ്വാനത്തിന് അർഹമായ ഫലം വന്നു ചേരും. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് പുതിയ ഇടപാടുകളും സാമ്പത്തികമായ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. വീടുമായി ബന്ധപ്പെട്ട് ചെറിയ ചിലവുകൾ ഉണ്ടാകും. അതുപോലെ കുടുംബ ആവശ്യങ്ങൾ, ചികിത്സ തുടങ്ങിയ കാര്യങ്ങൾക്ക് അല്പം പണച്ചെലവ് വരുന്നതാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. അതുപോലെ ബന്ധുക്കളുടെ പിന്തുണ ലഭിക്കുകയും മക്കളിൽ നിന്നും നിങ്ങൾക്ക് വളരെ നല്ല സന്തോഷ വാർത്തകൾ കേൾക്കുവാനുമുള്ള യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത വർദ്ധിക്കുകയും പരീക്ഷകളിൽ ഉന്നത വിജയം നേടുവാനും കഴിയുന്നതാണ്. ആരോഗ്യപരമായി നിങ്ങൾക്ക് ഈയൊരു കാലം ശരീരക്ഷീണം, ദഹന സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾ, ഉറക്കക്കുറവ് എന്നിവ ശ്രദ്ധിക്കുക. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും രാമായണ പാരായണവും ശ്രീരാമനാമജപം നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രത്തിൻ്റെ അവസാന 3 പാദങ്ങൾ, അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയിൽ ഉൾപ്പെടുന്ന കന്നി രാശിക്കാരായി നിങ്ങൾക്ക് ഈയൊരു 4 മാസക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും കൈവരിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ്. തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുവാനും നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുകയും ചെയ്യും. അതുപോലെ മേലുദ്യോഗസ്ഥരുടെ പിന്തുണയും ജോലിയിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള പുരോഗതി കൈവരിക്കുവാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വ്യാപാരികളായ ആളുകൾക്ക് പുതിയ ഇടപാടുകളിലൂടെ സാമ്പത്തികമായ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. വരുമാനം മെച്ചപ്പെടും. അതുപോലെ കുടുംബം, വിദ്യാഭ്യാസം, ആരോഗ്യകാര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം.
കുടുംബ ജീവിതത്തിൽ വളരെയധികം സമാധാനവും സന്തോഷവും നിലനിൽക്കും. അതുപോലെ ബന്ധുക്കളുടെ സഹകരണവും ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠനത്തിൽ മികച്ച ഏകാഗ്രതയും മത്സര പരീക്ഷകളിൽ വിജയവും ഉറപ്പാണ്. ആരോഗ്യപരമായി നിങ്ങൾക്ക് ദഹന സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾ, അലർജി, ശരീരക്ഷീണം എന്നിവ ശ്രദ്ധിക്കുക. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ ബുധനാഴ്ച ദിവസങ്ങളിൽ ശ്രീ ഗണപതി ഭഗവാനെ ആരാധിക്കുക. അതുപോലെ മഹാവിഷ്ണു ദർശനം, വിഷ്ണു സഹസ്രനാമ പാരായണം എന്നിവ നടത്തുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിരയുടെ അവസാന പകുതി, ചോതി വിശാഖത്തിൻ്റെ ആദ്യ 3 പാദങ്ങളിൽ ഉൾപ്പെടുന്ന തുലാം രാശിക്കാരായ നിങ്ങൾക്ക് ഈയൊരു 4 മാസക്കാലം പൊതുവെ അനുകൂല ഫലങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് പുതിയ അവസരങ്ങളും ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുവാനും മേലുദ്യോഗസ്ഥരുടെ പിന്തുണ നേടുവാനുമുള്ള യോഗമുണ്ട്. ബിസിനസ്സുകാർക്ക് പുതിയ കരാറുകളും സാമ്പത്തികമായ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. നിങ്ങളുടെ വരുമാനം വളരെയധികം മെച്ചപ്പെടും. കുടുംബം, യാത്ര, വാഹനം എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം ചെലവുകൾ വർദ്ധിക്കുവാനിടയുണ്ട്. അതുപോലെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ദാമ്പത്യത്തിൽ വളരെയധികം പരസ്പര ധാരണയും വിശ്വാസവും വർദ്ധിക്കുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠനത്തിൽ മികച്ച ഏകാഗ്രത കൈവരിക്കുവാനും മത്സര പരീക്ഷകളിൽ അനുകൂല ഫലങ്ങൾ നേടുവാനും സാധിക്കുന്നതാണ്. ആരോഗ്യപരമായി നിങ്ങൾക്ക് ഈയൊരു കാലം നടുവേദന, ദഹന സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾ, ഉറക്കക്കുറവ് എന്നിവ ശ്രദ്ധിക്കുക. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയുന്നതും വഴിപാടുകൾ സമർപ്പിക്കുക. അതുപോലെ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ഭവനത്തിൽ രാമായണ പാരായണം നടത്തുകയും ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടത്തിൻ്റെ അവസാന 3 പാദങ്ങൾ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയിൽ ഉൾപ്പെടുന്ന മകര രാശിക്കാരായ നിങ്ങൾക്ക് ഈ ഒരു കാലം കഠിനമായ അധ്വാനത്തിനും ആത്മാർത്ഥമായ നിങ്ങളുടെ പരിശ്രമങ്ങൾക്കും ഫലം ലഭിക്കുന്ന ഒരു സമയമാണ്. തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമെങ്കിലും അതിലൂടെ തന്നെ പുരോഗതിയും അംഗീകാരവും നേടുവാൻ സാധിക്കും. മേലുദ്യോഗസ്ഥരുടെ പിന്തുണ ലഭിക്കുകയും വ്യാപാരികളായ ആളുകൾക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കുവാനും കഴിയുന്നതാണ്. വീട്, യാത്ര, കുടുംബം, ചികിത്സ എന്നിവയുമായി ബന്ധപ്പെട്ട് ചെലവുകൾ വർദ്ധിക്കുവാൻ ഇടയുള്ള കാലമാണ്. എന്നിരുന്നാലും കുടുംബത്തിൽ സമാധാനവും ഐക്യവും നിലനിൽക്കും. അതുപോലെ നിങ്ങളുടെ ബന്ധുക്കളുടെ സഹകരണവും ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര ധാരണയും വർദ്ധിക്കുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠനത്തിൽ വളരെയധികം ഏകാഗ്രത കൈവരിക്കുവാനും മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടുവാനും കഴിയുന്നതാണ്. ആരോഗ്യപരമായി നിങ്ങൾക്ക് സന്ധിവേദന, ശരീരക്ഷീണം, ഉറക്കക്കുറവ് തുടങ്ങിയ ചെറിയ അസ്വസ്ഥതകൾ വന്നു ചേരുവാൻ ഇടയുള്ള കാലം കൂടിയാണ്. നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശനിയാഴ്ച ദിവസങ്ങളിൽ ശനീശ്വര ദർശനം നടത്തുക. അതുപോലെ തന്നെ എള്ളെണ്ണ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ രാമായണ പാരായണം ചെയ്യുക എന്നിവയെല്ലാം വളരെയധികം ഉത്തമമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.